ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 226. ഇഗ്നിയസ് ഡൊമീഷ്യസ് അഹ്നോ ബാർബസിൻ്റെയും ടൈബീരിയസിൻ്റെ ദത്തുപുത്രനായ ജർമാനിക്കസിൻ്റെ മകൾ അഗ്രിപ്പാനയുടെയും മകനായി AD 37 ഡിസംബർ 15 നീറോ ജനിച്ചു. അഗ്രിപ്പാന കാളിഗുളയുടെ സഹോദരിയുമായിരുന്നു. നീറോയുടെ ആദ്യത്തെ പേര് ലൂഷ്യസ് ഡൊമീഷ്യസ് അബ്നോ ബാർബസ് എന്നായിരുന്നു. അയാൾക്ക് 12 വയസ്സുള്ളപ്പോൾ അഗ്രിപ്പാന ക്ലോഡിയസ് ചക്രവർത്തിയെ വിവാഹം കഴിച്ചു. ക്ലോഡിയസ് നീറോയെ ദത്തെടുക്കുകയും മകൾ ഒക്ടോവിയയെ അയാൾക്ക് ഭാര്യയായി നൽകുകയും ചെയ്തു. ഇങ്ങനെ ഇയാളുടെ പേര് നീറോ ക്ലോഡിയസ് സീസർ ഡ്രൂസസ് ജർമാനിക്കസ് എന്നായി. മാതാവിൻ്റെയും പിതാവിൻ്റെയും സർവ്വ ദുർഗുണങ്ങളും ഈ നീറോയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ബുറസ്, സേനക്ക എന്നീ പ്രഗത്ഭമതികൾ അയാളുടെ അധ്യാപകരായിരുന്ന കാലം കാര്യങ്ങൾ കുഴപ്പം കൂടാതെ പോയിക്കൊണ്ടിരുന്നു. ഈ കാലത്താണ് പൗലോസ് കൈസറെ അഭയം ചൊല്ലിയത്. എന്നാൽ നീറോയുടെ ഭരണം ഏതാണ്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ തൻ്റെ ഈ അധ്യാപകരെ അവഗണിച്ച് പല മടയത്തരങ്ങളും ക്രൂരകൃത്യങ്ങളും ചെയ്യുവാൻ തുടങ്ങി. അത് നാം പിന്നാലെ കാണുന്നതായിരിക്കും. റോമിൽ വലിയൊരു യഹൂദ സമൂഹം തന്നെ ഉണ്ടായിരുന്നു. മക്കാബിയുടെ കാലത്താണ് യഹൂദന്മാർ റോമുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത്, അതായത് BC 2-ാം നൂറ്റാണ്ട് മധ്യത്തിൽ. എന്നാൽ പോംബി പലസ്തീൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷമാണ് റോമിൽ യഹൂദ സാന്നിധ്യം കൂടുതൽ അനുഭവപ്പെട്ടത്. പോംബിയുടെ വിജയം ആഘോഷിക്കുവാൻ BC 62 അയാൾ ധാരാളം യഹൂദന്മാരെ അടിമകളായി റോമിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പിന്നീട് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തു. പൗലോസിൻ്റെ കാലത്ത് റോമിൽ കുറഞ്ഞപക്ഷം 7 സിനഗോഗുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ക്രിസ്തുവർഷാരംഭത്തിൽ റോമിലെ യഹൂദന്മാരുടെ സംഖ്യ 40,000-നും 60,000-നും ഇടയ്ക്കായിരുന്നു. യഹൂദന്മാർക്കെതിരെ ഉണ്ടായ പല ആരോപണങ്ങൾ കാരണം ടൈബീരിയസ് AD 19 അവർ റോം വിട്ടുപോകുവാൻ കൽപ്പനയിറക്കി. എന്നാൽ അവർക്ക് വീണ്ടും റോമിൽ പാർക്കുവാൻ അനുവാദവും നൽകുകയുണ്ടായി. AD 49 ക്ലോഡിയസ് അവരെ റോമിൽ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ റോം വിട്ട് കൊരിന്തിൽ വന്നവരായിരുന്നല്ലോ അക്കിലാവും പ്രിസ്കിലയും. എന്നാൽ ക്ലോഡിയസിൻ്റെ കൽപ്പന പൂർണ്ണമായി നടപ്പിൽ വന്നില്ല. ഇങ്ങനെ യഹൂദന്മാർ റോമിൽ പൂർവാധികം തിരിച്ച് കുടിയേറി. ഇങ്ങനെ റോമിലെ ആദ്യകാല ക്രിസ്ത്യാനികൾ യഹൂദന്മാരായിരുന്നു എന്നുള്ളതിന് തർക്കമില്ല. യെരുശലേമിൽ പെന്തക്കോസ്ത് ദിനത്തിൽ പത്രോസ് അപ്പോസ്തലൻ്റെ പ്രസംഗം കേട്ടവരിൽ റോമിൽ നിന്നുള്ള യഹൂദന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നവരായിരുന്നു ഈ ക്രിസ്തീയത്വം റോമിൽ ആരംഭിച്ചത്. അതേ തുടർന്ന് സാമ്രാജ്യ തലസ്ഥാനത്ത് പല കാരണങ്ങളാൽ വന്നു താമസിച്ചവരിൽ ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്നത് സ്വാഭാവികമായിരുന്നു. ഇങ്ങനെ റോമിൽ ക്രിസ്ത്യാനികളും യഹൂദ മതാനുസാരികളുടെ എണ്ണം ധാരാളമായി വർദ്ധിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ യഹൂദന്മാരുടെ സംഖ്യയാണ് മുന്നിട്ട് നിന്നിരുന്നത്. AD 49 ആയപ്പോഴേക്കും ക്രിസ്ത്യാനികളും യഹൂദന്മാരും തമ്മിൽ ആശയ സംഘടനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇതേ തുടർന്നാണല്ലോ ക്ലോഡിയസ് യഹൂദന്മാരെ നിഷ്കാസനം ചെയ്യാനുള്ള കൽപ്പനയും പുറപ്പെടുവിച്ചിരുന്നത്. അക്കിലോം പ്രിസ്കില്ലയും റോം വിടുമ്പോൾ ക്രിസ്ത്യാനികളായിരുന്നു എന്ന് തന്നെയാണ് വിശ്വാസം. കാരണം പൗലോസാണ് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് എന്നൊരു സൂചനയും നമുക്ക് ലഭ്യമല്ല. അതുപോലെ എബ്രായ ലേഖനം റോമിലേക്കാണ് ആദ്യം അയച്ചതെന്ന അഭ്യൂഹം ശരിയെങ്കിൽ ഇവർക്കുണ്ടതായി പറയുന്ന സമ്പത്തുകളുടെ അപകാരം, ഇങ്ങനെയുള്ള കഷ്ടനഷ്ടങ്ങൾ AD 49 സംഭവങ്ങളുടെ ഭാഗമാണെന്ന് കാണാം. ചുരുക്കത്തിൽ യഹൂദന്മാരിൽ നിന്നുള്ള ക്രിസ്ത്യാനികളായിരുന്നു റോമിൽ അക്കാലത്ത് കൂടുതൽ. താമസിയാതെ വിജാതീയരും റോമിലെ ക്രിസ്തീയ സഭയുടെ അംഗങ്ങളാകുകയും അവരുടെ സംഖ്യ യഹൂദ ക്രിസ്ത്യാനികളിൽ കൂടുതൽ വർദ്ധിക്കുകയും ചെയ്തു. പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 2 ഭാഗങ്ങളിൽ ഈ ജാതീയ കൂട്ടായ്മയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. റോം 1:13 അതുപോലെ 11:13. റോമിലെ വിശ്വാസികൾ കുറഞ്ഞപക്ഷം 5 സ്ഥലങ്ങളിലായിട്ടാണ് കൂടി വന്നിരുന്നത്. അതും റോമാലേഖനത്തിൽ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് പൗലോസ് റോമാലേഖനം എഴുതിയത് തന്നെ. ഈ സഭകളെ കേന്ദ്രീകരിച്ച് ഒരു വ്യവസ്ഥിതിയും ഇല്ലാതിരുന്നു അക്കാലത്ത്. മാത്രമല്ല റോമിലെ ക്രിസ്തീയ സഭയ്ക്ക് മറ്റ് സഭകളുടെ മേൽ യാതൊരു കർത്തൃത്വവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതേസമയം ആത്മീകമായ കൂട്ടായ്മയും സഹകരണവും ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം.